വണ്ടി വെക്കുന്നതെന്ന് ചോദിച്ചോളൂ. ഇതിന്റെ ഓണർഷിപ്പുള്ള എന്റെ 2 ഇച്ചമാർ ഖത്തറിലായതുകൊണ്ട് ഓർ അറിയാണ്ട് ഈ വണ്ടി മറിച്ച് വെക്കുന്നില്ല. എനിക്കൊരു പ്രശ്നമില്ല. ആദ്യം അതിന്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് വണ്ടിനെ കുറിച്ചിട്ട് ABCD പോലും അറിയാത്ത നീ എന്ത് ഇവിടെ വന്ന് ചെല്ലുന്നുള്ള കമ്പനി ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിന്റെ തല, അതായത് ഇതിന്റെ പെടൽ സ്റ്റിക്കർ എല്ലാം കുറച്ച് എളിയിട്ട് പോയെങ്കിലും സംഭവം എല്ലാം സെറ്റ് വർക്ക്. പിന്നുള്ളത് ഈ വലത്തെ അതിന്റെ അടുത്തുള്ള സ്വിച്ച്. ഈ സ്വിച്ചിൽ നിൽക്കാൻ അമർത്താനും കഴിയും. ഇത് പിടിച്ച് തിരിച്ചെങ്കിൽ വണ്ടി പോകും ചെയ്യും. പിന്നെ അടുത്തുള്ള ബ്രേക്ക് പിടിച്ചിട്ട് കാര്യമില്ല, അത് വർക്കിംഗ് അല്ലെങ്കിൽ ഇപ്പൊ ആ ബ്രേക്ക് ആരെല്ലാം യൂസ് ചെയ്യും. ഈ ഫ്രണ്ട് ഭാഗം സൈഡ് നോക്കി ഇങ്ങനെയായിരിക്കും കാണുന്നത്. അവിടെ കുറച്ച് പൊടി മണ്ണെല്ലാം ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ അടുത്ത ഇതിന്റെ സീറ്റിംഗ് നോക്കിയാൽ ഈ സൈഡ് ചെറിയൊരു കീറലുണ്ട്, അപ്പുറ സൈഡ് വലിയ കീറലുണ്ടാണ്. ഇതൊരു ഡിസൈൻ ആയിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. പിന്നെ വണ്ടിയുടെ പിൻഭാഗം നോക്കുകയാണെങ്കിൽ ചെറിയൊരു പൊട്ട 2 ഇച്ചമാരോട് ചെല്ലാണ്. ഇത് പൊട്ടിച്ചത് ഞാനല്ല. TVSന്റെ ടീ ചെറുതായിട്ട് എളിയിട്ട് പോയാൽ നിങ്ങൾ ബേജാറാക്കണ്ട. ഫ്രണ്ടിലെ TVSന്റെ V ആണ് എളിയിട്ട് പോയിട്ടുള്ളത്. പിന്നെ ഈ ഫ്രണ്ട് ഉള്ളിലുള്ള ഈ ഇതെന്റെ 4ാമത്തെ ഇടത്തിൽ പോറ്റ വായക്കെല്ലാം കൊണ്ടുപോയിട്ട് കുത്തിയിട്ടുണ്ടാക്കിയ കല. എന്റെ വക ഞാൻ കുറച്ച് ഡിസൈൻസ് ഒക്കെ സൈഡിലിട്ട് കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അതുകൊണ്ട് എന്താണ് വണ്ടിന്റെ ആംബിയൻസും മാർക്കറ്റ് പ്രൈസും കൂടിയില്ല. ഇനിയുള്ളത് കാല് വെക്കുന്ന ഈ സാധനം കാണും കങ്കോർമ കോയിന്റെ എന്തെല്ലാം ഈ 2 സാധനം സെറ്റ് കണ്ടീഷനിലുണ്ട്. പിന്നെ ഫ്യൂൽ അയക്കുന്ന ഭാഗം പക്ക ഡീസന്റ് ആണ്. ഇതൊരു ലിപ്സ്റ്റിക്കിന്റെ എണ്ണ ഇതിനകത്തുള്ളത് ഒന്നും കാണുന്നില്ലല്ലോ. ഇതോടുകൂടി ഈ വണ്ടിന്റെ ഏകദേശം കാര്യമല്ല ഞാൻ ചെല്ലി. പിന്നെ വണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ താക്കോല മാമോ സ്റ്റാൻഡുള്ള റൂമിൽ മൂലക്ക് ഒരു ആണിൽ തൂക്കി. ഈ താക്കോല മറ്റേ ഞാൻ കണ്ടിലാക്കി ഉമ്മാനെ ഒറ്റ ചോട്ടിൽ കണ്ണൂർ എത്തിക്കുന്നുണ്ട്. ഇത് ആടെ തന്നെ കൊണ്ടുപോയി നോക്കടാ. ഇനി ഞാൻ പോയിരുന്നു.